ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. വൈശാഖമഹാത്മ്യം കിളിപ്പാട്ട് പഞ്ചദശാധ്യായം. ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ശിവരാമദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയശൗരി ദേവികീ സുതാ ജയ. പണ്ടു പാഞ്ചാലപുരി തന്നിലങ്ങൊരു നൃപൻ ഉണ്ടായാനവൻ പൂരോയസ് എന്നല്ലോ നാമം. ചൊല്ലേറും ഭൂരിയസ്സായി അവനുടെ പുത്രൻ കല്യാണാലയൻ സർവവിദ്യാ പാരങ്കനവൻ. കാലധർമ്മത്തെ പ്രാപിച്ചിടിനാൻ പിതാവന്നു ബാലകൻ ചിരം രാജ്യപാലനം ചെയ്തിടിനാൻ. പൂർവജന്മാർജിതമാം പാപത്താൽ ധനാദിയും ദിവസം പ്രതി നാശം തുടങ്ങി ഭൂപാലനും. തുരക ഗജാതി സമ്പത്തേയും ഒരേ തരം പരിപീഡിതരായി സ്വത്തര മുടുങ്ങിയും ദാരിദ്ര്യം ബഹുവിധമുടനെ വന്നുകൂടി അരിദ്രോഹവും പാരം തുടങ്ങി മന്ദം മന്ദം. രാജഭണ്ഡാരങ്ങളും തുറന്നു നോക്കും നേരം ഗജപശക്തമായ കമ്പളമെന്ന പോലെ ബലഹീനനാം നൃപബാലനെ കണ്ടവാറേ ബലമോടാട്ടിക്കളഞ്ഞിടിനാർ ശത്രുക്കളും. ആകവേ തോറ്റു നൃപൻ കാനനമകം പൂക്കോ ഗുഹയിലനാരദം വസിച്ചാനജ്ഞാതനായി. ശിഖിനിയായ ദേവി താനും ധാത്ര്യാദിയോടും സുഖങ്ങളറിയാതെ ശിഖിനി വനങ്ങളിൽ വത്സരം 53 ഇങ്ങനെ കഴിഞ്ഞപ്പോൾ വത്സനാം നൃപശ്രേഷ്ഠൻ സ്മരിച്ചു ഗുരുഭൂതോ. സർവജ്ഞന്മാരാമുപയാചനം യാജ്ഞൻ താനും സർവവും അറിഞ്ഞു ഭൂപാലനെ ചെന്നു കണ്ടാൻ. ഗുരുഭൂതരെ കണ്ടു പെരുകെ പ്രീതി പൂണ്ടു ചരണാംബുജങ്ങളിൽ നമസ്കാരവും ചെയ്താൻ. ദുഃഖവർദ്ധനാലൊരു മുഹൂർത്തം കിടന്നപ്പോൾ തൽക്കരങ്ങളാൽ മുനിമാർ എഴുന്നേൽപ്പിച്ച അതിഭക്തനെ കണ്ടു. ബഹുസന്താപകാരണത്തെ ഭക്തവാത്സല്യത്തോടു ചോദിച്ചു കൊണ്ടാനേവം. എന്തു കാരണം ഭവാൻ ഞങ്ങളെ മനതാരിൽ ചിന്തിപ്പാനിപ്പോൾ എന്നു കേട്ടു ഭൂപതി ചൊന്നാൻ. സർവവും അറിഞ്ഞിടാം നിങ്ങൾക്കെന്നിരിക്കലും ദുർവാര ദുഃഖം സഹ്യാഞ്ഞുര ചെയ്തിടുന്നേൻ. പൗരുഷമോടും നൃപകൽപ്പത്തിൽ ജന്മം മമ ധൈര്യാദീപരങ്ങളും ഉണ്ടെന്നു സിദ്ധമല്ലോ. ബഹുസേനയും ബഹുസമ്പത്തും ഭണ്ഡാരങ്ങൾ സഹസാ നശിച്ചരി ബലത്താൽ കാട്ടിലായേൻ. നല്ലൊരു ബന്ധു സുത സോദരരിത്യാദിയും ഇല്ലാതെ വന്നു ദുഃഖിച്ചിടുവാൻ എന്തുമൂലം. ജന്മശുദ്ധിയും മനോശുദ്ധിയും എനിക്കുണ്ട്. ബ്രഹ്മതൽപരനഹം ബ്രാഹ്മണപ്രിയനേറ്റം. ധർമ്മപാലകൻ അധർമ്മങ്ങളില്ലാ ബുദ്ധി കർമ്മം ദുഷ്കൃതമായിട്ടൊന്നുമേ ചെയ്യുന്നീല. ഗുരുഭൂതരെ കുറിച്ചേറ്റവും ഭക്തിയുണ്ട്. പെരുകെ കൃപാജന്തുവർഗത്തിൽ എനിക്കുണ്ട്. ദേവബ്രാഹ്മണ ഭക്തനായിരും എനിക്കിപ്പോൾ ഏവം സർവദാ ദുഃഖമുണ്ടാവാൻ എന്തു ബന്ധം. എന്തുകൊണ്ടിനി ഇതിൻ മോചനമാകുന്നെന്നും സിന്ധുശീലന്മാർ നിങ്ങൾ അരുളി ചെയ്തിടേണം. വന്ദിച്ചോ നൃപനിത്തം ചൊന്നപ്പോൾ ജ്ഞാനദൃഷ്ട്യാ മന്നവരുടെ ദുഃഖകാരണമെല്ലാം കണ്ടു. മന്ദഹാസവും പൂണ്ടു പിന്നെയും അരുൾ ചെയ്തു. നിന്നുടെ ദുഷ്കൃതങ്ങളൊക്കെയും ചൊല്ലാം ഞങ്ങൾ. പൂർവജന്മങ്ങൾ 10 കാട്ടാളൻ തന്നെ ഭവാൻ. സർവജീവികളെയും ഹനിച്ചു ജീവിച്ചു നീ. 10ാം ജന്മത്തിൽ ഫലഭേദങ്ങളുണ്ടോ ചൊൽവാൻ പ്രത്യേകമതും പറഞ്ഞിടുവൻ മൂഢാത്മാവേ. 10 ജന്മത്തെങ്കിലും നിന്നുടെ ചെവി തന്നിലെത്തിയതില്ല മധുസൂദന കഥാദേശം. ശിരസാ നമിപ്പാനും മനസാ ചിന്തിപ്പാനും കരത്താൽ അർച്ചിപ്പാനും യോഗവും വന്നിടാതെ നാമകീർത്തന കഥ നാവിലുച്ചരിക്കാതെ ആമയും നാനാജീവങ്ങൾക്കും ഉണ്ടാക്കി നിത്യം. അന്ത്യജന്മനെ സാഹ്യശൈലത്താഴ്വര തോറും ജന്തുസഞ്ചയം കൊന്നു ഭക്ഷിച്ചും ദയാഹീനം. പാണ്ഡന്മാരെയും കൊന്നു ഗ്രഹിക്കും ധനമെല്ലാം ക്രാന്താരദേശേ ക്രൗര്യമോടും സഞ്ചരിക്കുമ്പോൾ. ശിശുക്കൾ അണ്ടങ്ങളും മനസാ കൃപാഹീനം നശിപ്പിക്കയാൽ ഇന്നു സന്തതി ലഭിയാഞ്ഞു. വിശ്വസിച്ചവർകളെ രക്ഷിച്ച ഇടായ്ക മൂലം വിശ്രുതകീർത്തേ സഹോദരന്മാരില്ലാതെയായി. പാണ്ഡന്മാർക്കാധി വളർത്തിയിടുക നിമിത്തമായി
ബന്ധുക്കളീ ഇല്ലാതെ ഭവിച്ചതും സജ്ജന സംഘം പൂർവമില്ലായ്ക നിമിത്തമായി ഇജന്മം ശത്രുക്കളാൽ പീഡിതനായി ഭവാൻ. മുന്നം നീയാർക്കുമേതും ദാനം ചെയ്യുക മൂലം വന്നിതോ ദാരിദ്ര്യവും നിനക്കോ മിതുകാലം. എല്ലാവർക്കും അപ്രിയമായി ചെയ്ത കർമ്മത്താൽ ഇപ്പോൾ എല്ലാ നേരവും ദുഃഖിപ്പാൻ അവകാശം വന്നു. ക്രൂരകർമ്മത്താൽ മുന്നം നീ നിരാധാരനിപ്പോൾ പാരമുള്ളഴലേവം വന്നിടുമെല്ലാവർക്കും. പല നാളേവം വർത്തിച്ചിടും നാളൊരു ദിനം ബലിയാം തവ ചേഷ്ട ഏതുമെന്നറിയാതെ രണ്ടു വൈശ്യന്മാർ ബലാൽ വഴി പുറപ്പെട്ടാർ. ഉണ്ടവരുടെ കയ്യിൽ ധനവും ഭാണ്ഡങ്ങളും. കൃഷ്ണനാകും മുനിതാനും അവഴി ചെന്നു കഷണനാകും മുനിതാനും അവഴി ചെന്നു ഹർഷം പൂണ്ടവരോടും ഒന്നിച്ചു നടക്കുമ്പോൾ വില്ലോടു ബാണങ്ങളും ധരിച്ചു ഭവാനപ്പോൾ നെല്ലുനെല്ലെന്നു പറഞ്ഞടുത്തു വേഗത്തോടെ. വൈശരിയിലൊരുവനെ കൊന്നുകൊണ്ടവനുടെ നിശേഷധനം പറിച്ചന്യനെ നോക്കും നേരം പ്രാണവേദനയോടും ഓടിനാൻ അന്യവൈശൻ. ക്ഷീണനാം മുനിതാനും കൂടവേയോടും നേരം ദീനത സഹിയാഞ്ഞു വിയർത്തു തളർന്നവൻ കാനനം തന്നിൽ പതിച്ചിടിനാൻ മുനിശ്രേഷ്ഠൻ. ദണ്ഡം കൂടാതെ വൈശ്യനോട് ഓടിയവാറും കണ്ടു ക്ഷീണനായി വീണ മുനി തന്നെയും കണ്ടു ദുഷ്ടൻ. ക്ഷിപ്രമങ്ങടുത്തപ്പോൾ തളർന്നു കിടക്കുന്ന വിപ്രനെ പത്രങ്ങളാൽ വീശിനാനൊട്ടു നേരം. മലയിഞ്ചിയെ കടിച്ചമർത്തു ചെവികളിൽ ബലിയാം കിരാതനും ഓതിനാനവൻ പിന്നെ. പങ്കില ജലം കൊണ്ടു തളിച്ചു മയ്യിലപ്പോൾ സങ്കടമൊട്ടു തീർന്നങ്ങുണർന്നു മുനിവരൻ. കൺമിഴിച്ചോരു നേരം പറഞ്ഞു കാട്ടാളനും നിർമ്മലനായ ഭവാൻ പേടിക്ക വേണ്ട ഇനി. ഇവിടെ നിന്നു പാഞ്ഞ വൈശ്യന്റെ ധനപാണ്ഡം എവിടെ നിക്ഷേപിച്ചാൻ എന്നതോ പറക നീ. സത്യം ചൊല്ലായിൽ കാര്യം വേറൊന്നായി വന്നുകൂടും. ഉത്തമ നിർധനന്മാർക്ക് ഈ വിധം ദണ്ഡമില്ല. തന്മൊഴി കേട്ടു ചൊന്നാൻ മാമുനി തത്ര ചെന്നു. മധ്യത്തിൽ താൻ പിന്നീട് മറിവില്ല എന്നു മാമുനി ചൊന്ന കാടവിൽ നോക്കും നേരം ധന്യന്റെ ധനമെടുത്തു അമ്മുനിയോട് ചൊന്നാൻ. മന്ദം നീ ഗമിച്ചാലും ഭീതിയും ഇനി വേണ്ട. നിന്നോടൊന്നുമേ ചെയ്യുകയില്ല ഞാനിനി ബ്രഹ്മൻ. അരനാഴിക ചെന്നാൽ അന്നേരം ഒരു കുളം നിറഞ്ഞു തെളിഞ്ഞുള്ള നല്ല വെള്ളവും കാണാം. സ്നാനവും അതിൽ ചെന്നു ചെയ്ക നീ സുഖമോടെ. നാനാഗ്രാമങ്ങൾ അതിനടുത്തു കാണാമിടോ. കൂടെ പോന്നതു കാട്ടിത്തരുവാനാളല്ല ഞാൻ. പേടിക്ക വേണം നൃപപടരെ കണ്ടാലഹം. വൈശ്യൻ ചൊന്ന അവസ്ഥകൾ ചൊല്ലിനാൻ എന്നാകിലങ്ങ്. ആശു കണ്ടിടാമിപ്പോൾ നൃപകിങ്കരന്മാരെ. ഇങ്ങനെ ചൊല്ലിപ്പുരാ കാടുതിൽ പുക്കോ ഭവാൻ. അങ്ങനെയൊരു വിപ്രൻ തന്നെ രക്ഷിക്ക മൂലം ഭൂപതിയായിട്ടിപ്പോൾ പിറന്നു ഭവാനിനി. താപസഞ്ചയവനം ദഹിപ്പാനിനിയും കേൾ. ധനധാന്യാദി സമ്പദ് രാജ്യസിദ്ധിയും പിന്നെ മനസ്സി സ്വർഗാപവർഗങ്ങളും സായുജ്യവും. ഇച്ഛയുണ്ടെന്നാകിലോ ചെയ്ക വൈശാഖധർമ്മം. നിശ്ചയം തവ സുഖം സിദ്ധിക്കും അതിനാലേ. മാധവ മാസം ഇപ്പോൾ അടുത്തു തൃതീയ നാൾ. ശ്വേതപക്ഷത്തിലോരോ പാശുദാനത്തെ ചെയ്യാം. ഭണ്ഡാര പൂർത്തി പുനരതിനാൽ വന്നുകൂടും. നിർണയം ചെയ്യാദാനം കൊണ്ടതിസുഖം വരും. ഛത്രദാനത്താൽ ബഹു സാമ്രാജ്യം ഭവിച്ചിടും. നിത്യവും വിധിപൂർവം സ്നാനവും ചെയ്തു ഭക്ത്യാ. പ്രതിമാതങ്കൾ മധുവൈരിയെ പൂജിക്ക നീ. സന്തതം പിന്നെയതു ഞങ്ങൾക്കു ദാനം ചെയ്യുക. അതിനാൽ ശത്രുക്ഷയം വന്നിടും നിനക്കെന്നാൽ. മതിമാനായ ഭവാനിനിയും കേട്ടുകൊള്ളുക. തനിക്കു സമനായി തനയൻ ഉണ്ടാവാനായി തണുത്ത ജലദാനം തണ്ണീർ പന്തലിൽ ചെയ്യുക. ഏവം മാധവധർമ്മം അനുഷ്ഠിച്ചിടുന്നാകിൽ സർവവും വശമായി ഭവിക്കും നിനക്കെടോ. ആശകളൊന്നിങ്കലും കൂടാതെ അനുഷ്ഠിച്ചാൽ ക്ലേശവും പ്രത്യക്ഷമായി കണ്ടിടാമൊട്ടു ചെന്നാൽ. മനസ്സിൽ ഭേദം കാലതാമസം വേഗമേവം മനസ്സി ധരിച്ചാലും നൃപതി ശിഖാമണേ. 15 ചൊല്ലിനേനിപ്പോഴെടോ മതിമാന്മാരം മുനിമാരോ ഉര ചെയ്തു പോയാർ.
इति वैशाखमाहात्म्ये पञ्चदशोऽध्यायः। गोविन्द हरे जय गोविन्द हरे जय गोविन्द हरे जय गोविन्द हरे जय गोविन्द शिवरामदेव देवेश कृष्ण गोविन्द प्रियशौरे देविकी सुता जय। ओम श्री महाविष्णुवे नमो नमः।